റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപക തെറ്റുകളെന്ന് പരാതി. കൂട്ടിച്ചേർത്ത ലിസ്റ്റിലും പിഴവുകളുണ്ട്. ഒരു വീട്ട് നമ്പറിൽ 147 വോട്ടുകളാണ് ചേർത്തത്. കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ നൽകിയ പരാതികളും പരിഹരിച്ചില്ല. തെറ്റുകൾ നിലനിർത്തി അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചുവെന്നാണ് പരാതി. ഇവിടെ പരാതി കൊടുത്തിട്ട് അത് അതുപോലെ തന്നെ വീണ്ടും ആവർത്തിച്ച് വരിക ചെയ്തത്. ബേസ് പട്ടികയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഒരു വരി പോലും വെട്ടി തിരുത്തിയിട്ടില്ല. അവരിത് ചേർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയതായി ചേർത്ത വോട്ടുകൾ കൂട്ടിച്ചേർത്ത പട്ടിക, ഒഴിവാക്കപ്പെട്ട പട്ടിക എന്ന് പറഞ്ഞാൽ സ്ഥലം മാറിപ്പോയ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ലിസ്റ്റ് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 46/46 എന്ന വീട്ടു നമ്പറിൽ 5 ബൂത്തുകളിലും റിപ്പീറ്റ് ചെയ്ത് വരിക. 46/46 147 വോട്ടുകളാവും പുതിയതായി ചേർത്തിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇത്രയും ആരോപണം നിലനിൽക്കുന്നു. ഈ വിഷയം നിലനിൽക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർ വീണ്ടും ചെയ്തിരിക്കുന്നത് വീണ്ടും പഴയ വീഞ്ഞൊരു പുതിയ കുപ്പിയിലാക്കിയിരിക്കുക. ഈ വോട്ടർ പട്ടിക പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് എന്യൂമറേഷൻ നടത്തി പുതിയ പട്ടിക തയ്യാറാക്കിയാൽ മാത്രമേ ഈ അപാകതകൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിനോജ്, ഇത്രയൊക്കെ ആരോപണങ്ങൾ, പരാതികളൊക്കെ ഉയർന്നിട്ടും ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്, ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നതല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും അങ്ങനെയാണ്. കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ വലിയ പരാതികളാണ് സംസ്ഥാന വ്യാപകമായി ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ജില്ലകളിൽ നിന്നും പരാതി നൽകിയതാണ്. പക്ഷേ ആ പരാതികളിൽ ഭൂരിഭാഗവും പരിഹരിച്ചിട്ടില്ല. ആ തെറ്റുകൾ അതേപടി തന്നെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ അന്തിമ ലിസ്റ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ കൂടുതൽ വോട്ടർമാരെ ചേർത്തിരുന്നു. അങ്ങനെ കൂട്ടിച്ചേർത്ത പട്ടികയിലും കൂടുതൽ തെറ്റുകളാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഉദാഹരണം മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ 46 നമ്പർ പഴയ ഡിവിഷൻ, പുതിയ ഡിവിഷൻ എന്ന് പറയുന്നത് 47ആണ്. അതിൽ ഒരു വീട്ടു നമ്പർ 46 നമ്പർ വീട്ടു നമ്പറിൽ 147 പേരുടെ വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. അതായത് പഴയ തെറ്റ്, കരട് വോട്ടർ പട്ടികയിലെ തെറ്റ് വീണ്ടും ഈ കൂട്ടിച്ചേർക്കലിൽ കൂടി ഇത്രയധികം പരാതികൾ ഉയർന്നിട്ട് കൂടി വീണ്ടും അതേ തെറ്റ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 46 നമ്പർ വീട്ടിൽ 2 പേർ മാത്രമാണ് താമസം. ആ 2 പേരുടെ മറവിലാണ് 145 പേരെ പുതിയതായി വോട്ടർമാരെ ചേർത്തിരിക്കുന്നു. അതും 5 ബൂത്തുകളിലായിട്ടാണ് ഈ വോട്ടർമാരെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ പല തരത്തിലാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഒരു വോട്ടർ ഐ ഡി തന്നെ ഒന്നിലധികം വോട്ടർമാരുള്ളതും ഒരു വീട്ടിലെ വോട്ടർമാരെ പല ബൂത്തുകളിൽ വോട്ട് അനുവദിച്ചതും, ഒപ്പം തന്നെ ഒരു വീട്ടു നമ്പറിൽ തന്നെ 100-ലധികം ആളുകൾക്ക് വോട്ട് അനുവദിച്ചൊക്കെ തന്നെ വലിയ വിവാദമായതാണ്, വാർത്തയായതാണ്. പക്ഷേ ആ തെറ്റുകളൊന്നും തന്നെ തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം അങ്ങനെ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ സീരിയൽ നമ്പർ, ക്രമ നമ്പറൊക്കെ തന്നെ തെറ്റിപ്പോകും. അതായിരിക്കാം ഒരു പക്ഷേ ഈ ക്രമ നമ്പർ തെറ്റാതിരിക്കാൻ വേണ്ടിയായിരിക്കും തെറ്റുകൾ തിരുത്താതിരുന്നതെന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പക്ഷേ ഏതായാലും തെറ്റ് തിരുത്താതെയാണ് അന്തിമ ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അന്തിമ ലിസ്റ്റിനൊപ്പം വിട്ടിരിക്കുന്ന കൂട്ടിച്ചേർക്കലും വലിയ തെറ്റുകളാണ് വന്നിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ വാർത്തകൾക്കപ്പുറം ഇന്ന് ഓണമാണ്. ഓണത്തിന്റെ ഒരുപാട് വിഭവങ്ങൾ പ്രേക്ഷകർക്കായി റിപ്പോർട്ടർ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനിയൊരു